നിങ്ങൾ എപ്പോഴെങ്കിലും പരീക്ഷയിൽ പരാജയപ്പെട്ടിട്ടുണ്ടോ? പരീക്ഷയിൽ പരാജയപ്പെട്ടവർ ആ ലക്ഷ്യത്തിന് വേണ്ടി വീണ്ടും പരിശ്രമിക്കുകയും അങ്ങനെ ആ ലക്ഷ്യം വീണ്ടെടുക്കുകയും ചെയ്യുന്ന ഒരു സിനിമയെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. സിനിമയുടെ പേര് 12th ഫെയിൽ എന്നാണ്. ഇത് എല്ലാവർക്കും ഹൈലി മോട്ടിവേഷൻ നൽകുന്ന ഒരു സിനിമ തന്നെയാണ്. എല്ലാവർക്കും എൻ്റെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സൽമാൻ ഫാരിസ്. ഇത് എല്ലാവർക്കും ഹൈലി മോട്ടിവേഷൻ നൽകുന്ന ഒരു കഥയാണ്. പലപ്പോഴും എല്ലാവർക്കും ഒരേ സാഹചര്യം തന്നെ ആവണമെന്നില്ല പഠന മേഖലയിൽ. ഈ ഒരു സാഹചര്യം തന്നെയായിരുന്നു നമ്മുടെ കഥാനായകനായ മനോജ് കുമാർ ശർമ്മയ്ക്കും, അഥവാ വിക്രാന്ത് മാസി. മനോജ് കുമാർ ശർമ്മയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം പഠനത്തിൽ മികവ് കാണിക്കാത്തൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ജനിച്ചു വളർന്ന കുടുംബം ഒരു പാവപ്പെട്ടതും ദരിദ്രവുമായൊരു കുടുംബമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛന് ലഭിക്കുന്ന തുച്ഛമായ ശമ്പളത്തിലായിരുന്നു അവരുടെ ജീവിതം മുന്നിലേക്ക് നീങ്ങിയിരുന്നത്. മനോജ് കുമാർ ശർമ്മ എല്ലാ പരീക്ഷയിലും വിജയിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം കോപ്പി അടിച്ചുകൊണ്ടായിരുന്നു വിജയിച്ചിരുന്നത്. അദ്ദേഹം പഠിക്കുന്ന സ്കൂളിൽ കോപ്പി അടിക്കാനുള്ള അവസരം നൽകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം 12ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന സമയത്തായിരുന്നു അവിടേക്ക് പെട്ടെന്ന് അവിടുത്തെ ഇൻസ്പെക്ടർ കയറി വരികയും ഇവിടെ കോപ്പി എടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹം അവിടെയുള്ള ഹെഡ് മാസ്റ്ററെയും അധ്യാപകരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആ വർഷം പരീക്ഷ എഴുതിയ ഒരു വിദ്യാർത്ഥികൾ പോലും ആ പരീക്ഷയിൽ വിജയിച്ചിരുന്നില്ല. ഒരു ദിവസം മനോജ് കുമാർ ശർമ്മയുടെ ചേട്ടനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും അങ്ങനെ സഹായം ചോദിക്കാനായി മനോജ് കുമാർ ശർമ്മ ഈ ഇൻസ്പെക്ടർ തന്നെയായിരുന്നു കണ്ടിരുന്നത്. അങ്ങനെ ഈ ഇൻസ്പെക്ടർ മനോജ് കുമാർ ശർമ്മയുടെ ചേട്ടനെ പുറത്തിറക്കുകയും ചെയ്തു. അങ്ങനെ മനോജ് കുമാർ ശർമ്മയ്ക്ക് ഒരു ആഗ്രഹം, ഇദ്ദേഹത്തെ പോലെയുള്ളൊരു പൊസിഷനിൽ എത്താൻ ഇനി എന്താണ് ചെയ്യേണ്ടത്. അങ്ങനെ അദ്ദേഹത്തോട് തന്നെ പോയി ചോദിച്ചു, താങ്കളെ പോലെയുള്ളൊരു പദവി ലഭിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കോപ്പി അടിക്കുന്നത് നിർത്തണമെന്നും നല്ല രീതിയിൽ പഠിക്കണമെന്നും പറഞ്ഞു. അങ്ങനെ മനോജ് കുമാർ ശർമ്മ പഠിക്കാൻ ആരംഭിക്കുകയും ആ വർഷത്തെ 12ാം ക്ലാസ് പരീക്ഷയിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം തുടർന്ന് പഠിക്കാനായി അദ്ദേഹം ഗ്വാലിയർ എന്ന സ്ഥലത്തേക്ക് പോവുകയും അവിടെ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഡിഗ്രിയുടെ കൂടെ തന്നെ PSCയും പഠിക്കാൻ ആരംഭിച്ചു. അങ്ങനെ അദ്ദേഹം ഇത് പഠിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു അദ്ദേഹം സിവിൽ സർവീസിനെ പറ്റി മനസ്സിലാക്കുന്നത്. സിവിൽ സർവീസ് പഠിച്ചാൽ ഒരുപാട് വലിയ ജോലികൾ ലഭിക്കുമെന്നും അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ ഡിഗ്രിയും PSCയും പൂർത്തിയാക്കി അദ്ദേഹം നേരെ സിവിൽ സർവീസ് പഠിക്കാനായി അദ്ദേഹം ഡൽഹിയിലേക്ക് പുറപ്പെടുകയും ഡൽഹിയിലെത്തിയ അദ്ദേഹത്തിന് UPSC പഠിക്കാനായുള്ള അഡ്മിഷൻ എടുക്കാനുള്ള പൈസ ഇല്ലാതെ അദ്ദേഹം മനസ്സിലാക്കുകയും അദ്ദേഹം പണം ഉണ്ടാക്കാനായി ജോലിക്ക് കയറുകയും ചെയ്തു. അദ്ദേഹം കയറിയിരുന്നത് ഒരു ലൈബ്രറിയിലായിരുന്നു. അദ്ദേഹത്തിന് കക്കൂസ് ചെയ്യുന്ന വരെയുള്ള പണി ലഭിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഒരു കാര്യത്തിൽ വലിയ സന്തോഷമുണ്ടായിരുന്നു. ഒഴിവു സമയങ്ങളിൽ അദ്ദേഹത്തിന് ബുക്ക് വായിക്കാനുള്ള അവസരം ലഭിക്കുമായിരുന്നു. അങ്ങനെ ബുക്ക് വായിച്ച അദ്ദേഹം മനസ്സിലാക്കി തന്നെക്കാൾ വലിയ ദുരിതങ്ങൾ അനുഭവിച്ച ഒരുപാട് ആളുകളുണ്ടെന്നും തൻ്റേതൊന്നും ഒന്നുമല്ലെന്ന് അദ്ദേഹം തിരിച്ചറിയുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ജോലി ചെയ്ത് കിട്ടിയ പണം വെച്ച് അദ്ദേഹം ഒരു UPSC സെൻട്രൽ ജോയിൻ ചെയ്യുകയും അങ്ങനെ ജോയിൻ ചെയ്ത സമയത്ത് എന്നായിരുന്നു അവിടുന്ന് ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. ശ്രദ്ധ ജോഷി എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. ആ ചുരുങ്ങിയ സമയത്തിൽ അവർ രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്തു. അങ്ങനെ ഫസ്റ്റ് എക്സാമായ പെർലിസ് വരികയും പെർലിസ് 4 ഘട്ടമായിരുന്നു. അതിൽ ഫസ്റ്റ് ഘട്ടത്തിൽ മനോജ് കുമാർ ശർമ്മ വിജയിക്കുകയും സെക്കൻഡ് മെയിൻസിൽ അദ്ദേഹം ഒരു ക്വസ്റ്റ്യൻ തെറ്റി എഴുതുകയും ചെയ്തു. ടൂറിസം ഇന്ത്യ എന്നതിനെ പറ്റി അദ്ദേഹം ടെററിസം ഇന്ത്യ എന്ന് എഴുതുകയും അങ്ങനെ ആ മെയിൻസിൽ അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു. അങ്ങനെ 3 തവണ അദ്ദേഹം ആ മെയിൻസ് തിരിച്ചു പിടിക്കാനായി ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് 4ാം ശ്രമത്തിലായിരുന്നു അദ്ദേഹം വിജയിച്ചിരുന്നത്. അങ്ങനെ അദ്ദേഹം പെർലിസ് പൂർത്തിയാക്കി അദ്ദേഹം UPSC മെയിൻസിനായി അദ്ദേഹം നല്ല രീതിയിൽ പഠിക്കുകയും അങ്ങനെ UPSC മെയിൻസിൽ അദ്ദേഹം ഉന്നത മാർക്കോട് കൂടി വിജയിക്കുകയും ചെയ്തു. അങ്ങനെ സിവിൽ സർവീസ് ഇന്റർവ്യൂക്കായി അദ്ദേഹത്തിന് വിളി വരികയും അങ്ങനെ അദ്ദേഹം ഇന്റർവ്യൂക്ക് പോവുകയും അവിടുത്തെ ഇന്റർവ്യൂവർ അദ്ദേഹത്തോട്, ഒരു തവണ +2 തോറ്റ് താങ്കൾക്ക് എങ്ങനെ ഞങ്ങൾ ഇത്ര ഉയർന്ന പൊസിഷൻ തരണമെന്ന്. മനോജ് കുമാർ ശർമ്മ പറഞ്ഞു, ഞാൻ ഇവിടെ വരെ വളരെയധികം ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ടാണ് ഞാൻ പഠിച്ചിരുന്നത്.
അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന എല്ലാ അനുഭവങ്ങളും ആ ഇന്റർവ്യൂറുമായി അദ്ദേഹം പറയുകയും അങ്ങനെ അവസാനം അദ്ദേഹത്തിന് ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റിൽ 121-ാം റാങ്ക് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ മനോജ് കുമാർ ശർമ്മ അദ്ദേഹത്തിന്റെ ആഗ്രഹം സാധിക്കുകയും അവസാനം അദ്ദേഹം IPS ൽ കയറുകയും ചെയ്തു.